രാജ്യത്ത് GST പരിഷ്കരണം ദീപാവലിക്ക് മുൻപ് തന്നെ നടപ്പാക്കാൻ നീക്കവുമായി കേന്ദ്ര സർക്കാർ. പുതിയ നിരക്ക് ഘടനയുമായി പൊരുത്തപ്പെടാൻ വിപണിക്ക് സമയം ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ നീക്കം. GST കൗൺസിലിന്റെ അംഗീകാരമാണ് സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഇരട്ടി മധുരമുള്ള ദീപാവലി സമ്മാനം എന്ന പേരിലാണ് GST പരിഷ്കരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത്. GST കൗൺസിലിൽ എടുക്കേണ്ട തീരുമാനം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദീപാവലിക്ക് മുൻപ് തന്നെ പരിഷ്കരണം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ആലോചന. ഉത്സവ സീസണു മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും സർക്കാർ ലക്ഷ്യം വെക്കുന്നു. GST में नेक्स्ट जनरेशन रिफॉर्म होने जा रहा है. इस दिवाली GST रिफॉर्म से डबल बोनस देशवासियों को मिलने वाला है. നിരക്ക് ഏകീകരണം സംബന്ധിച്ച് കേരളമടക്കമുള്ള 6 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ സംഘം അടുത്തയാഴ്ച യോഗം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് ഒരു ദിവസം മുമ്പ് ഈ 6 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായി നിർദ്ദേശം പങ്കുവച്ചിരുന്നുവെന്നാണ് വിവരം. എന്നാൽ GST കൗൺസിലിന്റെ അംഗീകാരത്തിനുള്ള സമയപരിമിതിയാണ് സർക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. 24 ഡൽഹി.